പാമ്പിന് ഭയങ്കര പകയാണ്. നമ്മളൊന്ന് കല്ലെടുത്തെറിയോ അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ തിരിച്ച് തേടിയെത്തും എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ചില ആൾക്കാർ ഇതിനെ തല്ലിക്കൊല്ലുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും അതൊക്കെ ഉള്ളതാണോ? നല്ല ചോദ്യമാണ്. കാരണം ഈ അടുത്ത കാലത്ത് എൻ്റെ നാട്ടിലൊരു പാമ്പിനെ മൂന്നാലഞ്ച് ചെറുപ്പക്കാരൊന്നും തല്ലി ചത്തില്ല, അത് രക്ഷപ്പെട്ടു പോയി. ഒരു 8 മണി സമയത്താണ് വൈകിട്ട്. ഒരു രാത്രി ഒരു 11 മണിയായപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ബഹളം കേട്ട് ഞാൻ നോക്കിയപ്പോൾ വേറെ കുറേ ആൾക്കാർ വന്ന് ഈ തല്ലുകൊണ്ട് പോയ പാമ്പ് വേറെ കുറേ പാമ്പിനെ കൊണ്ടുവന്നു. വേറെ കുറേ പാമ്പിനെ കൊണ്ടുവന്ന് ഈ തല്ലിയ ആൾക്കാരെ എടുത്തിട്ട് തല്ലുന്നു. തല്ലുകൊണ്ട പാമ്പ് തല്ലും വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാമ്പിൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറേ പാമ്പുകളെ കൊണ്ടുവന്ന് ഈ തല്ലിയ പാമ്പുകളെ തല്ലി. മനസ്സിലായോ എന്താണ്? അതായത് എന്തിനു ഉപദ്രവിച്ചു എന്നുള്ള ചോദ്യമാണോ? അല്ല, പിന്നെ കള്ളു കുടിച്ചു വന്നൊരു പാമ്പിനെ, കള്ളു കുടിച്ചു വന്ന ഒരാളിനെ നാട്ടുകാർ തല്ലി. ആ പാമ്പ് പോയിട്ട് വേറെ പാമ്പുകളെ കൊണ്ടുവന്ന് തിരിച്ച് പകരം വീട്ടി എന്നുള്ളതാണ്. ആ പാമ്പുകൾക്ക് മാത്രമാണ് പകയുള്ളത്. എഴിഞ്ഞു നടക്കുന്ന പാമ്പുകൾക്ക് പകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പാമ്പുകൾക്ക് പകയില്ല, മറ്റേ പാമ്പിന് അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യ പാമ്പുകൾ ഇപ്പോൾ ഒരു കള്ളു കുടിച്ചിരിക്കുന്ന ആൾ നമ്മൾ തല്ലി, നാളെ അദ്ദേഹം കൃത്യമായിട്ടൊന്ന് പകരം ചോദിക്കാൻ ചറുവരെ കൂട്ടിയത്. ഈ പാമ്പുകൾക്ക് ഓർമ്മയില്ലാത്ത പാമ്പിന് ആ മണിക്കൂട്ടനാണ് തല്ലിയെന്ന് പറഞ്ഞ് തിരിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ട്. പനത്തി പകവച്ച് ഓർമ്മയില്ലാത്ത ജീവി ഓർത്തു വയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കഥകളാണ്, ഇതെല്ലാം തട്ടിപ്പാണ്. ലോകത്ത് പാമ്പുകൾക്കെന്ന് പറഞ്ഞ ജീവിക്ക് പകയില്ല. പക ഉണ്ടാവണമെങ്കിൽ എന്നേ കൊത്തിക്കൊള്ളണം. പെട്ടെന്ന് ഞാൻ ചെയ്യുന്നൊരു ദ്രോഹം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കും ഫാമിലിയുണ്ട്, എല്ലാവരും ഫാമിലിയോട് ജീവിക്കാൻ ഭൂമിയിൽ അവകാശമുണ്ട്. ഇപ്പോൾ 2 പാമ്പുകളാണ് ചേർന്ന്, ഒരു മെയിലും ഫീമെയിലും ആണ് ചേർന്ന സമയത്ത് ഞാനിതിനെ പിടിച്ച് കാട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ആ ജീവിയോട് ചെയ്യുന്ന എന്ത് ദ്രോഹമാണ്? അത് കാട്ടിക്കൊണ്ടിടുമ്പോൾ അവരിനെ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഉറപ്പുണ്ടോ? 2 സ്ഥലത്ത് ഞാൻ മാത്രം എല്ലാവരും ചെയ്യുന്നത് ഞങ്ങൾ പാമ്പ് കൊടുത്തത്. അപ്പോൾ അതൊന്നും ഒരു പാമ്പുകളെ സേവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ വനത്തിനകത്തൊരു വലിയൊരു നാശം സംഭവിക്കാൻ പോകും. എന്തായിരിക്കും നാശം? എക്കോ ബാലൻസിങ്ങിന് തകരാറ് വരാൻ പോകുന്നു. കാരണം ഞാൻ പേര് പറയാം. ഞാൻ ആറാട്ടി എന്നൊരു സംവിധാനം ആദ്യം രൂപീകരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലും കോന്നിയിലൊക്കെ. അപ്പോൾ ആ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന സംഘം. അപ്പോൾ ഇവരോടൊപ്പം ഞാൻ പാമ്പിനെ തുടർന്ന് കാട്ടിപ്പോവാറ്. പോകുന്ന സമയത്ത് അശോക് സാറ്, ഗോപി സാറ്, ബാബു സാറ്, പ്രവീൺ, ഹരിസ് സാറ്, അരുൺ സാറ്, വിജയൻ സാറ്, ഇങ്ങനെ കുറേ പേരുണ്ട്. പാമ്പിനെ നമ്മൾ ഒരു പ്രാവശ്യം റിലീസ് ചെയ്യുമ്പോൾ ഞാൻ പറയും, സാറേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം റിലീസ് ചെയ്ത സ്ഥലത്ത് നോക്കാമെന്ന് പറയും. അതിന് മുന്നേ വിട്ടെടുത്ത് നമ്മൾ നോക്കാം, ഒന്നും കണ്ടിട്ടില്ല. നമ്മളൊരു സ്ഥലത്ത് പുതിയ പാമ്പിനെ റിലീസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഞാനൊക്കെ ശ്രദ്ധിക്കുന്നത്, ഞാൻ എപ്പോഴും പറയും ഹമ്മിങ് ബേഡ്സ് ഉണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്, ബുൾബുളുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്, ചൂളക്കാക്കുന്നൊരു സാധനം താഴെ മുട്ടയിടുന്ന ജീവികളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മളൊരു 50 എണ്ണത്തിന് വിട്ടു, അടുത്ത പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ നമ്മളവിടെ നോക്കും. അപ്പം അടുത്ത പ്രാവശ്യം ഇവരൊന്നും അവിടെ ഇല്ല. ഇവരെയൊക്കെ ഇവർ ഫുഡാക്കും. ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇവർ ഫുഡാക്കും. വേറെ കുഴപ്പമെന്ന് പറയാമോ? ഈ പച്ചകളെ സംരക്ഷിക്കുന്ന പുഴുക്കളെ തിന്നുന്ന സാധനമാണ് ഈ ചെറിയ ഹമ്മിങ് ബേഡ്സ്. അപ്പോൾ ഇത് വർദ്ധിക്കുന്നു. നമുക്ക് പച്ചകളുടെ നാശം, അടിക്കാടുകളുടെ നാശം ഉണ്ടാകാൻ പോകും. ഒന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷെൽട്ടർ ചെയ്യണം. എല്ലാ പാമ്പുകളെയും ഷെൽട്ടർ ചെയ്യരുത്. അത് നമുക്കിപ്പോൾ ഒരു 6 വയസ്സോളം പ്രായമുള്ള അല്ലെങ്കിൽ 5 വയസ്സോളം നമുക്ക് വെനം മിൽക്ക് ചെയ്യാൻ പറ്റുന്ന പാമ്പുകളെ മാത്രം ഷെൽട്ടർ ചെയ്യും. ബാക്കിയുള്ള പാമ്പുകൾ അവർക്ക് എല്ലാ പാമ്പുകളും ടെറിട്ടറിയിലാണ്. എന്നുവെച്ചാൽ അവർക്ക് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് അവരുടെ ടെറിട്ടറിയിൽ, അവർക്ക് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അവരുടെ ടെറിട്ടറി. അല്ലാതെ സ്ഥിരമായിട്ടൊരു സ്ഥലമില്ല. ഇപ്പോൾ അണലിക്ക് ഒരു ട്രൈ മേഖല, അവർ കോബ്രയ്ക്ക് വെള്ളമൊക്കെ കിട്ടുന്ന തണുത്ത മേഖല, ക്രൈറ്റിന് മണ്ണിൻ്റെ അടിയിലൊക്കെ, ഹംബിനോസർ പിറ്റ്, മലബാർ പിറ്റ്, വള്ളിപ്പടപ്പും അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഈ നമ്മുടെ നാട്ടിൽ ഈ ഹംബിനോസർ പിറ്റ് എന്നൊരു പാമ്പ് ബിഗ് 4 കാറ്റഗറി പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കടിയേറ്റ് ഡെത്ത് ഇല്ലായിരുന്നു നാടൻ ചികിത്സ സമയത്ത്. പറഞ്ഞു നാടൻ ചികിത്സ ഇപ്പോൾ 6 മരണം, അടുത്ത കാലത്ത് 4 ആയിരുന്നു, ഇപ്പോൾ 6 മരണമായി. ഒരു കുട്ടി, കോട്ടയത്തെ മോൾ ഉൾപ്പെടെ 6 മരണമായി. എന്തെങ്കിലും ഒരു സ്റ്റഡി ഉണ്ടോ? ഇല്ല. നമ്മുടെ ഈ പ്രോഗ്രാം ഒരിക്കലും ഒരു സാധാരണ പാമ്പ് പിടുത്തക്കാരുടെ ഇതിലുള്ളൊരു പ്രോഗ്രാമായി മാറരുത്. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് പറയും. കാരണം ഒരു സ്റ്റഡിയില്ല. അതിന് ആ കുട്ടി 4 മരണം, എന്നാലും മരുന്നുണ്ട്. ഹംബിനോസർ പിറ്റ് പേപ്പർ ബിഗ് 4 കാറ്റഗറിയാണ്. ബിഗ് 4 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് കടിയേറ്റ് മരണം ഇതുവരെ ഇല്ലാത്ത മരണം ഇപ്പോൾ നടക്കും.
ഹംബിനോസ് പറ്റി എന്ന് പറഞ്ഞ പാമ്പ് വൈപ്പർ ഫാമിലിയാണ്. വെനമില്ലാത്ത പാമ്പുകളായിരുന്നു ഇത്. ഇതിന് വെനമുണ്ട്, പക്ഷെ ഡെത്ത് ഇല്ലായിരുന്നു മുൻകാലം. അതെന്തുകൊണ്ടില്ലായിരുന്നു ഒരു പഠനമുണ്ടോ? നാടൻ ചികിത്സ കൊടുത്തപ്പോൾ രക്ഷപ്പെട്ടിരുന്നു, മോഡേൺ മെഡിസിൻ കൊടുത്തപ്പോൾ മരണപ്പെടുന്നു. എന്തുകൊണ്ട്? പഠനങ്ങളില്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കുഴപ്പം. ഇതൊക്കെ പറയുന്നത് കൊണ്ടാണ് എന്നെ ആർക്കും കണ്ടുകൂടാത്തത്. നമ്മൾ മിണ്ടാതിരിക്കുക. ഞാൻ നിൽക്കുന്ന മേഖല ഇപ്പോൾ ഉത്തരാ കൊലക്കേസ് നിങ്ങൾക്കറിയാലോ. ഉത്തരാ കൊലക്കേസ് പോലുള്ള സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ നടക്കൂല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പം നടന്നില്ല. ഞാൻ എല്ലാ സ്നേക്ക് ബൈറ്റും സംശയദൃഷ്ടിയോട് കാണുന്ന ഒരാളാണ്. എല്ലാ സ്നേക്ക് ബൈറ്റും, വീട്ടിനകത്തുള്ള സകല സ്നേക്ക് ബൈറ്റും, വീട്ടിന് പുറത്തും. കാരണം ഇപ്പം ഞാൻ പറയുന്ന ഒരു മരകമായ അപകടം. ഇപ്പോൾ പാമ്പിനെ പിടിക്കാനായിട്ട് ട്രെയിനിങ് നേടി കുറേ ആൾക്കാർ പുറത്തേക്ക് പോകും. ഇവർ ട്രെയിനിങ് നടന്നു, ആ പേരും ലിസ്റ്റും മാത്രമേ വനം വകുപ്പിൻ്റെ ഉള്ളൂ. ഇവർ പിന്നെ പ്രത്യക്ഷത്തിലില്ല. ഇവരുടെ ലക്ഷ്യം എന്തായിരിക്കണം? ആ സുരേഷിനെ പോലെ. ആ സുരേഷ് പാമ്പിനെ കൊടുത്തിട്ടാണ് സൂരജ് വാങ്ങിയത്. സൂരജിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഭാര്യയെ കൊല്ലുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്ര പേര് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ നിന്ന് പോയിട്ട് ട്രെയിനിങ് ചെറുതായിട്ട് പാമ്പിനെ തൊട്ട് ഭയം മാറി പോയിട്ട് കാശ് വാങ്ങിച്ച് പാമ്പിനെ പിടിക്കുന്ന എത്ര പേര് നിങ്ങൾക്ക് വേണം? എത്ര പേര്? അവർ പ്രത്യക്ഷത്തിലൊന്നുമില്ല. അവർ പിടിക്കുന്നു, പൈസ വാങ്ങുന്നു, കൊണ്ടുപോയി എവിടെയെങ്കിലും വിടും. സപ്പോസ് അല്ലെങ്കിൽ ആ വീടിനടുത്ത് തന്നെ വിടും. വീണ്ടും അത് 1 മാസം കഴിയുമ്പോൾ ആ വീട്ടിൽ തന്നെ ചെല്ലും. ഈ പൈസ അങ്ങനത്തെ ഒരുപാട് കേസുകൾ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. പോർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്റ്റേഷനിൽ പരാതികൾ. അതുപോലെ ഈ അടുത്ത കാലത്ത് എൻ്റെ വീടിനടുത്ത് ആക്കുളം എന്ന് പറഞ്ഞ സ്ഥലം, പുലിയനാർക്കോട്ട എന്ന സ്ഥലത്ത്, നല്ല കാടുള്ള സ്ഥലം. അവിടെ ഒരു വീട്ടിലൊരു പാമ്പിനെ പിടിക്കാനായിട്ട് വന്നു. ഒരു പാമ്പ് വന്നു. ഞാനന്ന് മഹാരാഷ്ട്രയിൽ. അപ്പോൾ ആരെയോ പിടിച്ചു. പാമ്പിനെ പിടിച്ചുകൊണ്ട് പോയി. 5500 ചോദിച്ചു, 4500 വാങ്ങിയിട്ട് പോയി. ഞാൻ ഈ 39 വർഷം കൊണ്ട് സേവനം പോലെ ചെയ്തിരുന്ന സാധനം വാങ്ങിയിട്ട് അതേ വീട്ടിൽ ഞാൻ മഹാരാഷ്ട്രയിൽ വന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ വീണ്ടും ഒരു പാമ്പിനെ. അപ്പോൾ അവരെന്നെ വിളിച്ചപ്പോൾ ഞാനുണ്ടായി. ഞാൻ ചെന്നപ്പോൾ ഞാൻ ഒരു പാമ്പിനെ പിടിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചു. അപ്പോൾ ഞാൻ ആളിനെ നോക്കിയിട്ട് പറഞ്ഞു 5000 രൂപ വാങ്ങിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി 5500 ചോദിച്ചു, 4500 കൊടുത്തു എന്ന്. ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ നാട്, ഞാൻ വന്നാൽ നിങ്ങൾ 500 രൂപ തരില്ല എന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞൊക്കെ പോയിട്ട് ഇത്രയും നേരം ഞാൻ സംസാരിച്ച് പേടി മാറ്റി 1 മണിക്കൂർ ഞാൻ അവിടെ നിന്ന് പോകുന്നു. എനിക്ക് 300 വേണം നേട്ടാ. എന്താ ചേട്ടൻ? ഞാൻ പലയിടത്തും ചേട്ടൻ പറയുന്നുണ്ട്, ചേട്ടൻ എന്തുകൊണ്ട് ഡിമാൻഡ് ചെയ്യണില്ല? ഇനിയും പറയാം. ഈ അടുത്ത ആൾ ഇന്നലെ മെനിയാന്നൊക്കെ നടന്ന സംഭവങ്ങൾ തരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. തരുന്നത് എൻ്റെ കഷ്ടതകൾ അറിഞ്ഞ്, എൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം അറിയുന്നത്. ഞാൻ ഇത്രയും വർഷം കൊണ്ട് കടം വാങ്ങിയാണ് ഞാൻ പാമ്പിനെ സേവിക്കാൻ നടന്നത്. കടം വാങ്ങി. ഞാൻ മേശിരി പണിക്കാരനായിരുന്നു. 10-80 പണിക്കാരുണ്ടായിരുന്നു എനിക്ക്. സെൻട്രിങ്ങിൻ്റെ പണി, കമ്പിപ്പണി, എല്ലാ പണിയും ഫുള്ള് അന്നത്തെ പഞ്ചായത്തിൻ്റെ പണികൾ മൊത്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഒരുപാട് പണികൾ. അപ്പോഴാണ് എനിക്ക് ഇതിലേക്ക് ഭ്രമം കൂടി എൻ്റെ മൈൻഡ് അങ്ങ് മാറിയത്. പിന്നെ എനിക്കിതിലേക്ക് ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെയൊക്കെ എനിക്ക് പലർക്കും സ്ഥലങ്ങൾ എന്താ പറയുക പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ പൈസ കെട്ടി അങ്ങനെ ജീവിച്ച ഒരാളാണ്. എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ജീവിച്ച ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് എനിക്കൊരു എൻ്റെ ഒരു വലിയ ഭാഗ്യം പോയത്, ഞാൻ എൻ്റെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു സ്ഥലത്ത് കുറേ 4.5 ഏക്കർ സ്ഥലം ഒരാളിനെ പരിചയപ്പെടുത്തി. അപ്പം ഞാൻ 2 ഓണർമാരെ തമ്മിൽ പരിചയപ്പെടുത്തിയില്ല. ഇന്ന് രാവിലെ 11 മണിക്ക് പരിചയപ്പെടുത്തി അഡ്വാൻസ് കൊടുക്കായിരുന്നതാണ്. 9:30 എനിക്ക് കടി കിട്ടുമെന്ന് ഞാൻ വെന്റിലേറ്ററിൽ ആവും. ഇത് നടന്നിരുന്നുവെങ്കിൽ അന്നത്തെ ഇതിലെല്ലാം കൂടി എനിക്ക് 1 കോടി സംതിങ് എനിക്ക് കമ്മീഷൻ, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഒരു ഫ്ലാറ്റ് തരാം, ഒരു വലിയ ഫ്ലാറ്റ് 10-15 ഫ്ലാറ്റ് അതിനകത്ത് വെച്ച് അവർ നേരിട്ട് ബിസിനസ് ചെയ്ത് അതങ്ങ് പോയി. അന്ന് ഞാൻ 9 മണി കടി കിട്ടി അകത്താണ്ട് എനിക്ക് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കും. പക്ഷേ ഞാൻ ഇവരെ പുറകെ നടക്കാം. പലരും എന്നെ കൊണ്ട് പരിചയപ്പെടുത്തിയിട്ട് അവർ ഡീൽ ചെയ്യാറുണ്ട്, ഞാൻ അറിയാറ് പോലുമില്ല. അവർ പൈസ തരാം, കമ്മീഷൻ തരാത്ത ആൾക്കാർ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവനെ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് അറിഞ്ഞ് എൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞ് സഹായിക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പം 1000 തരണമുണ്ട്, 2000 തരണം, ഇങ്ങനെയൊക്കെ തരുന്ന ആൾക്കാരുണ്ട്. എന്നാലും ഒരു 30-40% ആൾക്കാർ കുറച്ച് തരുന്ന ആൾക്കാരുണ്ട്. പിന്നെ തരാത്ത ആൾക്കാരുണ്ട്. അവർ വിചാരിക്കും, ചെല്ലുമ്പോൾ തന്നെ പറയും, എൻ്റെ ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ 1000 രൂപ തരായിരിക്കും. അപ്പോൾ മറ്റവൻ പറയുന്ന കൊടുത്താൽ മതി ഇങ്ങനെ പറയുന്ന അനുഭവങ്ങൾ ഇന്നലെ വരെ